എല്ലാവർക്കും സുരാജ് വ്ളോഗ് എന്ന വയൽ തന്നെ വടക്കുംഭാഗത്ത് കരിനീടി മഠത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഭദ്രകാളി ദേവിയുടെ ഏറ്റവും ഇഷ്ടമുള്ള നക്ഷത്ര ജാതരെക്കുറിച്ചാണ്. നമ്മൾ മറ്റുള്ള സുരാജ് വ്ളോഗിൽ ചെയ്ത വീഡിയോ ആണ്. എന്നാലും ഒന്നുകൂടി എല്ലാവർക്കും പുതിയ ആൾക്കാർ നമ്മുടെ കുടുംബാംഗങ്ങൾ പുതിയത് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് ചെയ്യാമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും വടക്കുംഭാഗത്ത് കരിനീടി മഠത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് രണ്ട് കാര്യങ്ങളങ്ങ് പറഞ്ഞിട്ടങ്ങ് തുടങ്ങാം. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ലാത്തവർ കാണാതിരിക്കുക, അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക. നമുക്കിത് വിശ്വാസമുള്ള കുറച്ച് പേര് ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കും നമ്മുടെ ഫാമിലിയിലേക്ക് വരണം, നല്ല വിശ്വാസമില്ലാത്തവർക്കും വരാം, നമ്മുടെ ഫാമിലിയിൽ വന്ന് പോകാം. എന്താണ് ഈ ഫാമിലിയുടെ ഉദ്ദേശ ലക്ഷ്യം നമ്മൾ ലൈവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരു കൂട്ടായ്മ പോലെ അങ്ങ് പോവുക എന്നൊരു ഉദ്ദേശം കൊണ്ടാണ് ചെയ്യുക. അപ്പോൾ കാളിയമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് നക്ഷത്ര ജാതരുണ്ട്. അപ്പോൾ അവരെ കുറിച്ചിട്ടാണ് ഇന്ന് പറയുക. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം ഇത്തരം നാളുകാർക്ക് മാത്രമല്ല മറ്റുള്ള നാളുകാർക്കും ഉണ്ട്. അപ്പോൾ ഇവരിൽ കുറച്ച് കൂടുതലായിട്ട് കാണുന്നു എന്ന് മാത്രം. നമ്മൾ ആര് വിളിച്ചാലും അമ്മ നമ്മുടെ കൂടെ ഉണ്ടാവും. അമ്മയുടെ ഏറ്റവും ദേഷ്യമുള്ളതും ഏറ്റവും ശാന്തസ്വരൂപിണിയാണ് അമ്മ. അപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമുള്ള കുറച്ച് നക്ഷത്ര ജാതർ അവരെക്കുറിച്ച് പറയാം. അതുപോലെ തന്നെ എല്ലാവരുടെയും ഒരു സംശയമാണ് അമ്മയുടെ കപാലമാല, അതായത് തലയോട്ടിമാല. അതിൻ്റെ അർത്ഥം എന്താണ് എന്നറിയില്ല. കപാലി, അപ്പോൾ നമ്മൾ ഒരു മനുഷ്യൻ്റെ തല അങ്ങ് വെട്ടിയിട്ടിരിക്കുന്നതായിട്ടാണ് സങ്കല്പം പറയും. അപ്പോൾ അതെന്താണ് അതിൻ്റെ അർത്ഥം? നമ്മൾ ധാരകൻ്റെ ശിരസ്സായിട്ട് ഇതിനകത്ത് കാണുന്നു, അത് തലയോട്ടിയായിട്ട് കാണുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ മനുഷ്യൻ്റെ എല്ലാ ചിന്തകളും മറ്റുള്ള കാര്യങ്ങളെല്ലാം തലയിലാണ്. അപ്പോൾ അത് ജ്ഞാനമാകുന്ന ആ ഒരു ഇത്, അപ്പോൾ നമ്മളതിന് നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ തലച്ചോറിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ തലച്ചോറിൽ നിന്നും കിട്ടുന്ന ഒരു ഓർഡറുകളാണ് നമ്മുടെ ഹൃദയമാണെങ്കിലും അനുസരിക്കുന്നത്. അപ്പം ഈ അറിവെന്ന് പറയുന്ന ഒരു ഇതാണ് അതിന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ 51 ഇതുണ്ടെന്നാണ് പറയുക. അതിന് 51 അല്ലെങ്കിൽ 54 എന്നൊക്കെ പറയുന്ന ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഈ 54 അക്ഷര ദേവത അക്ഷരങ്ങളെയാണ് നമ്മൾ ഈ തലയോട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അറിവെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എന്നല്ലേ നമുക്ക്. അപ്പോൾ ഗുരുവിൻ്റെ അർത്ഥം അത് തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന വീഡിയോസൊക്കെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നൽകുകയും, അതുകൊണ്ട് നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്കൊക്കെ ചെയ്യുക. നമ്മൾ മറ്റൊരു വീഡിയോയുടെ മറ്റേ യൂട്യൂബ് ചാനലിൻ്റെ അവസ്ഥയും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കാം. നിങ്ങൾ അയച്ചു കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങളും കാണുക, വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ഫാമിലി 1-2 മാസം കൊണ്ട് നമുക്കിത് മോണിറ്റൈസേഷൻ ആക്കി മറ്റുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കട്ടെ. അപ്പോൾ എല്ലാവരും ദയവേത് വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക. നമ്മുടെ ഒരാഗ്രഹമാണത്. സ്കൂൾ തുറക്കുമ്പോഴേക്കും അല്ലെങ്കിൽ 1-2-10 കുട്ടികൾക്ക് നമുക്കിത് മേടിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നൊരു ഉദ്ദേശം കൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാതെ നമുക്ക് വേറെ ഇതുകൊണ്ട് ചെയ്യണതല്ല. സമയം ഉണ്ടാക്കി നമ്മൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്കൊരു അറിവിൽ നിന്ന് മറ്റുള്ളവർക്കൊരു ഉപകാരം കൂടി ആവുകയാണെങ്കിൽ അങ്ങനെ ആവട്ടെ എന്ന് കരുതി ചെയ്യണം. അപ്പോൾ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് ലൈക്കൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഭഗവതിയുടെ നാമത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നക്ഷത്ര ജാതരെക്കുറിച്ചിട്ടൊന്ന് പറയാം. ഭരണി നക്ഷത്ര ജാതർ, അതുപോലെ തന്നെ ആയില്യം നക്ഷത്ര ജാതർ, പൂരം നക്ഷത്ര ജാതർ, ചിത്ര നക്ഷത്ര ജാതർ, അനിഴം നക്ഷത്ര ജാതർ, അതുപോലെ തന്നെ തിരുവോണം നക്ഷത്ര ജാതർ, ദേവ നക്ഷത്ര ജാതർ. ഈ 7 നക്ഷത്ര ജാതരാണ് ഭഗവതിയുടെ ഏറ്റവും അനുഗ്രഹത്തിന് ഏറ്റവും കൂടുതലായിട്ടുള്ളവർ, അനുഗ്രഹം കൂടുതലുള്ളവർ. അപ്പം അത് ഭരണി നക്ഷത്രക്കാർ ഒന്ന് ദേഷ്യം കുറയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ്. അനാവശ്യ കാര്യങ്ങൾക്കൊക്കെ ദേഷ്യപ്പെടുന്നതൊന്നും ഒഴിവാക്കാം. അതുപോലെ ആയില്യം നക്ഷത്രമാണ് കാണുമ്പോൾ മുൻകോപികളാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും പാവങ്ങളാണ്. അപ്പോൾ അവരോ ഭഗവതിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ദേവിയുടെ ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് തൊഴുക. അതുപോലെ തന്നെ പൂര നക്ഷത്രം ഇവരെയൊക്കെ ദ്രോഹിച്ച് കഴിഞ്ഞാൽ ഉടനടി വിപരീത ഫലങ്ങളൊക്കെ ദേവി നൽകുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവരോട് കളിക്കുമ്പോഴൊക്കെ സൂക്ഷിച്ച് കളിക്കുക. അതുപോലെ തന്നെ ചിത്ര നക്ഷത്രം എന്നും കഷ്ടതകളായിരിക്കും. ആ കഷ്ടതകൾ മാറാനായിട്ട്, അല്ലെങ്കിൽ കഷ്ടതകളായിരിക്കുള്ളൂ അവർ ജനിച്ചപ്പോൾ അതിപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുക. അത് കുറച്ച് കളയുമ്പോൾ അത് മാറും. അപ്പോൾ നിങ്ങൾ ദേവിനെയൊക്കെ ഭജിക്കുക, ദേവിയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ മന്ത്രങ്ങളൊക്കെ ജപിക്കുകയൊക്കെ ചെയ്യുക, ദേവിയുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അനിഴ നക്ഷത്രം ആരെയും ദ്രോഹിക്കും മനസ്സിലാത്തൊരു നക്ഷത്ര ജാതരാണ്, സ്നേഹസ്വരൂപങ്ങളാണ്.
അപ്പോൾ അതുകൊണ്ട് ഇവരും ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ തിരുവോണ നക്ഷത്രം ആരുടെ കാര്യത്തിൽ അധികം ഇടപെടാതിരിക്കുന്ന ഒരു സവിശേഷതയുള്ള നക്ഷത്ര ജാതരാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കുക, ദേവിയുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് പ്രാർത്ഥിക്കാം. അതുപോലെ രേവതി നക്ഷത്രം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കാൻ കഴിവുള്ള ഒരു നക്ഷത്ര ജാതരാണ് രേവതി നക്ഷത്രം. അപ്പോൾ നിങ്ങളും ദേവിയുടെ അനുഗ്രഹത്തിനായിട്ട് ക്ഷേത്രങ്ങളൊക്കെ പോയിട്ട് വഴിപാടൊക്കെ നടത്തുക. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. എല്ലാ വീഡിയോ ഒക്കെ ഒന്ന് ദേവിയുടെ ഇഷ്ടമുള്ള എല്ലാ ഭക്തജനങ്ങളും സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യും, ലൈക്ക് ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.